വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ 4th സെമസ്റ്ററിന് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം. 4th സെമസ്റ്ററിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ആദ്യത്തെ 4 സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നു. ആദ്യത്തെ 4 സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് ആദ്യത്തെ 4 സെമസ്റ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് പ്രത്യേകിച്ച് 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു സംശയം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഡിഗ്രിയിൽ 4 വർഷ ഡിഗ്രിയിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് പഠിക്കണമെങ്കിൽ 75% മാർക്ക് വേണം ആദ്യത്തെ 6 സെമസ്റ്ററിൽ. അപ്പോൾ 4 സെമസ്റ്ററിൽ എത്ര ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് അടുത്ത 5th-ലും 6th-ലും എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കണമെങ്കിൽ അതിന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേഷൻ എന്നതാണ് നമ്മൾ പറയുന്നത്. 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്ന് പോയി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആദ്യത്തെ 4 സെമസ്റ്ററിൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th സെമസ്റ്ററിലെ SGPA നിങ്ങളെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവും. SGPA മാർക്ക് ലിസ്റ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്തുക, അതിലുണ്ടായിരിക്കും. അതിൽ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ സെമസ്റ്ററിലെയും ടോട്ടൽ ക്രെഡിറ്റ് അതിലുണ്ടായിരിക്കും. ഓരോ സബ്ജക്റ്റിന് നേരെ ക്രെഡിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ആഡ് ചെയ്താൽ ആ സെമസ്റ്റർ ഇപ്പോൾ 6 സബ്ജക്റ്റ് 6 സെമസ്റ്ററിന്റെ ക്രെഡിറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് കിട്ടും. ആ ക്രെഡിറ്റ് ആണ് ഇവിടെ നമ്മൾ നൽകേണ്ടത്. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ 21 ആണ് ഉള്ളത്. 21 × 7 147. ഓക്കെ. അങ്ങനെ സെക്കൻഡ് സെമസ്റ്ററിൽ 21, തേർഡ് സെമസ്റ്റർ 22, 4th സെമസ്റ്റർ 21. SGPAയും ക്രെഡിറ്റും നമുക്ക് നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ നിന്ന് കിട്ടും. അങ്ങനെ ക്രെഡിറ്റിന്റെ ടോട്ടൽ കൂട്ടുക. ആദ്യത്തെ 4 സെമസ്റ്ററിന്റെ ക്രെഡിറ്റിന്റെ ടോട്ടൽ കൂട്ടൽ 85 എന്ന് കിട്ടി. ഓക്കെ, ക്രെഡിറ്റിന്റെ ടോട്ടൽ 85. ഇനി നമുക്ക് വേണ്ടത് SGPA × ക്രെഡിറ്റ് ഇൻറ്റു ചെയ്യുക. A × 21 7 × 21 = 147 കിട്ടി. 8.1 × 21 170.1 കിട്ടി. 8.2 × 22 180.4 കിട്ടി. 7.1 × 21 ഇതൊരു ഉദാഹരണം കേട്ടോ, 149.1 കിട്ടി. എന്നിട്ട് ഇത് ടോട്ടൽ ചെയ്യുക. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 646.6 കിട്ടി. അപ്പൊ നമുക്ക് ക്രെഡിറ്റിന്റെ ടോട്ടൽ 85ഉം നമ്മളെ SGPA × ക്രെഡിറ്റിന്റെ ടോട്ടൽ 646.6 കിട്ടി. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത്. 4 സെമസ്റ്ററിലെ ടോട്ടൽ പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ 2 സാധനങ്ങളാണ്. ഈ സാധനം ഇതിൽ കാണുന്ന ഈ ക്രെഡിറ്റ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിന് നേരെ അതിന്റെ ടോട്ടൽ ആഡ് ചെയ്താൽ മതി. നിങ്ങൾ സിലബസ് എടുത്തു നോക്കിയാൽ അതിൽ നിന്നും അറിയാൻ സാധിക്കും. SGPA നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് CGPA ആണ്. 4 സെമസ്റ്ററിന്റെ CGPA ആണ്, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ്. SGPA എന്ന് പറയുമ്പോൾ സെമസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ്. അപ്പൊ 4 സെമസ്റ്ററിലോണ്ട് CGPA ആയിട്ട് മാറി. 4 സെമസ്റ്ററിന്റെ CGPA ടോട്ടൽ ഓഫ് SGPA ഇൻറ്റു ക്രെഡിറ്റ് നമുക്ക് എത്ര കിട്ടി? 646 എന്ന് നമുക്ക് കിട്ടി. ടോട്ടൽ ക്രെഡിറ്റ് 85. 4 സെമസ്റ്ററും കൊണ്ട് ക്രെഡിറ്റ് 85. നമുക്കറിയാം 4 വർഷ ഡിഗ്രിയിൽ 6 സെമസ്റ്ററും കൂടി 133 വേണ്ടത് എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടി 7.6 എന്ന് നമുക്ക് കിട്ടി. 7.6 × 10 7.6 × 10 എത്ര? 76%. CGPA 4 സെമസ്റ്റർ CGPA 7.6. 7.5 ആദ്യത്തെ 4 സെമസ്റ്ററും ആദ്യത്തെ 6 സെമസ്റ്റർ കൂടി വരണം. നമുക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ വിദ്യാർത്ഥിക്ക് അതിലേറെ ഉണ്ട്. 7.6 × 10 76% മാർക്ക് വിദ്യാർത്ഥിക്ക് ഉണ്ട്. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യൽ. 4 സെമസ്റ്ററിന് SGPA എടുക്കുന്നു, ക്രെഡിറ്റ് എടുക്കുന്നു, പിന്നെ 2 ഇൻറ്റു ചെയ്യുന്നു, അതിന്റെ ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്. ഇങ്ങനെ 6 സെമസ്റ്റർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. 6 സെമസ്റ്റർ ആകുമ്പോൾ ഇവിടെ നമ്മൾ 4 എണ്ണത്തിന്റെ ആണ് എടുത്തതെങ്കിൽ 6 സെമസ്റ്ററിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? 6 സെമസ്റ്ററിൽ ഇവിടെ 4, 5, 6 എന്നുണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് അതും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് അതാത് സമയങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഓക്കെ.